IPL താരലേലവും നിരവധി കോടിപതികളെയാണ് സൃഷ്ടിക്കാറുള്ളത്. അതിൽ വിദേശ താരങ്ങളും സ്വദേശികളായ താരങ്ങളും ആരും അറിയപ്പെടാത്ത താരങ്ങളുമെല്ലാം ഉണ്ടാകും. ചിലർ തങ്ങളുടെ മൂല്യത്തിനൊത്ത പ്രകടനം പുറത്തെടുത്ത് IPL-ലെ സൂപ്പർ താരങ്ങളാകുമ്പോൾ മറ്റു ചിലർ ഒറ്റ സീസണിലെ അത്ഭുതങ്ങളായി അവസാനിക്കും. അത്തരത്തിലെ ആരാധകരെ ഞെട്ടിച്ച ഒരു പേരായിരുന്നു 2018-ലെ IPL താരലേലത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 1.5 കോടി രൂപ മുടക്കി ടീമിലെത്തിച്ച 16-കാരൻ പ്രയാസ് റേ ബർമൻ. IPL ചരിത്രത്തിൽ തന്നെ ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഇതോടെ പ്രയാസിന്റെ പേരിലായി. വെറുതെ എണ്ണം തികയ്ക്കാൻ ടീമിലെടുത്ത താരമായിരിക്കുമെന്ന് ആദ്യം കരുതിയ ആരാധകർ പക്ഷേ 1.5 കോടി മുടക്കി വെറുതെ ഇരുത്താൻ ആരെങ്കിലും ടീമിലെടുക്കുമോ എന്നും ചിന്തിച്ചു. എന്നാൽ ആ സീസണിൽ ചെന്നൈയോട് ദയനീയ തോൽവിയോടെ തുടങ്ങിയ RCB കുപ്പായത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ 3-ാം മത്സരത്തിൽ തന്നെ പ്രയാസ് പ്ലേയിങ് 11-ലെത്തി ഞെട്ടിച്ചു. ചഹലിനേറ്റ അപ്രതീക്ഷിത പരിക്കായിരുന്നു പ്രയാസിന് ലോട്ടറി ആയത്. എന്നാൽ ആ മത്സരത്തിൽ സൺറൈസേഴ്സ് ഓപ്പണർമാരായ ജോണി ബൈൻസ്റ്റോയും ഡേവിഡ് വാർണറും സെഞ്ചുറി നേടി 185 റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഉയർത്തിയതോടെ പ്രയാസ് അടക്കമുള്ള ബൗളർമാർ പ്രഹരം ഏറ്റുവാങ്ങി. 4 ഓവറിൽ 56 റൺസ് വഴങ്ങിയ ബർമൻ വിക്കറ്റൊന്നും വീഴ്ത്താനുമായില്ല. RCB കുപ്പായത്തിൽ 4 ഓവർ പൂർത്തിയാക്കിയ ബൗളർമാരിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയതും പ്രയാസ് ആയിരുന്നു. ആ മത്സരത്തിന് ശേഷം പിന്നീട് പ്രയാസ് വീണ്ടും ബംഗളൂർ കുപ്പായത്തിൽ കളിച്ചില്ല. തുടർച്ചയായ 6 തോൽവികളോടെ സീസൺ തുടങ്ങിയ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 19 താരങ്ങളെയാണ് ആദ്യ 6 കളികളിൽ തന്നെ പരീക്ഷിച്ചത്. അടുത്ത ലേലത്തിൽ RCB ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പ്രയാസ് പരിക്കിനെ തുടർന്ന് 4 മാസത്തോളം ക്രിക്കറ്റിൽ നിന്നും വിട്ടുനിന്നു. പിന്നീട് IPL-ൽ ഒരിക്കലും തിരിച്ചെത്തിയില്ലെങ്കിലും പഠനത്തിൽ ശ്രദ്ധയൂന്നിയ 22-കാരനായ പ്രയാസ് അത് പൂർത്തിയാക്കിയ ശേഷം IPL-ലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ. കൊൽക്കത്തയിൽ BA-ക്കാണ് പ്രയാസ് ഇപ്പോൾ പഠിക്കുന്നത്. ബംഗാൾ ടീമിന്റെ ദീർഘകാല പദ്ധതികളിൽ പ്രയാസിനും ഇടമുണ്ടെന്നതാണ് യുവതാരത്തിന് പ്രതീക്ഷ നൽകുന്ന കാര്യം. അല്ലെങ്കിലും ഈ ചെറിയ പടക്കങ്ങൾ ശബ്ദമുണ്ടാക്കുന്നത് പോലെ ചേർത്താൽ കളിക്കളത്തിൽ പറന്ന് നടന്ന് കളിക്കും. ഇനിയും അവന്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. ഒരുപക്ഷെ നാളെ ക്രിക്കറ്റ് ഭരിക്കുന്നത് അവന്റെ കൈകളാകാം.